മലപ്പുറം എടക്കരയിൽ കൃഷി നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധർ 3 കർഷകരുടെ 4 വർഷം പ്രായമായ 275ഓളം കമുകുകളാണ് വെട്ടി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. പോലീസിൽ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇത് ആര് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ധാരണകളൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് മറ്റ് ശത്രുക്കളോ അങ്ങനെയുള്ള ഉപദ്രവം ചെയ്യാനുള്ള ആരും തന്നെ ഉള്ളതായിട്ട് അറിയത്തില്ല. ഞങ്ങളത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാം കൂടെ വന്ന് ഇത് കണ്ടു. ഇതിന് ന്യായമായ നഷ്ടപരിഹാരം തരുവാനും ഇത് ആര് ചെയ്തു എന്നത് കണ്ടുപിടിക്കാനും ഒക്കെ ഒന്ന് ഇടയാകണം. ശരി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശിവദാസ് കൽപ്പനം നൽകും. ശിവദാസ്, ഒന്നും രണ്ടുമല്ല 275ഓളം കമുകുകളാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. ആ കർഷകരുടെ എത്രയോ നാളത്തെ പ്രയത്നമായിരിക്കും. അപ്പോൾ എന്ത് നടപടിയാണ് പോലീസ് ഇതിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച് എന്തെങ്കിലും സൂചന നിലവിൽ ലഭിച്ചിട്ടുണ്ടോ ശിവദാസ്? തീർച്ചയായും അതുതന്നെയാണ് അശ്വതി. കാരണം 2019 പ്രളയത്തിന് ശേഷം ആണ് ഈ 3 കർഷകർ കൂടി വീണ്ടും ഒരുമിച്ച് കമുങ്ങിൻ തൈകൾ വെച്ചു പിടിപ്പിച്ചത്. ഏകദേശം 275ഓളം കമുങ്ങിൻ തൈകളാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും തന്നെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അടയ്ക്കയ്ക്ക് അടക്കം വില വർദ്ധിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏറെ നാളത്തെ ഇവരുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ ഇതുവഴി ഇല്ലാതായിരിക്കുന്നത്. ഇപ്പൊ ഇവർ തന്നെ പറഞ്ഞതനുസരിച്ച് ഇവർക്ക് പ്രത്യേക ശത്രുക്കളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം രാത്രിയുടെ മറവിലാണ് ചെയ്തത്. ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ നിലവിൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. സമീപത്തുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം കാർഷിക മേഖലയിൽ നിന്നും പലരും ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാർഷിക മേഖല ആ വൃത്തിയെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു 3 കൃഷിക്കാരുടെ ഏറെ നാളത്തെ അധ്വാനം അത് ഇല്ലാതാക്കുന്ന തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ പൂർണ്ണമായും അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. മാത്രമല്ല ഈ നിലമ്പൂർ ഭാഗത്ത്, മൂത്താൻ ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായി കാട്ടാനയും അതോടൊപ്പം തന്നെ മറ്റ് വന്യജീവികൾ അടക്കം ഈ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ കൂടി ഒരു ഇടപെടലിൽ ഇത്തരത്തിൽ ഈ ഒരു കമുങ്ങിൻ തൈകൾ 275ഓളം കമുങ്ങിൻ തൈകളാണ് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൃഷി വകുപ്പ് ഓഫീസറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ സംഭവ സ്ഥലത്ത് എത്തി ഇത് പരിശോധന നടത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസിൽ പരാതി നൽകിയതുകൊണ്ട് പോലീസും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അശ്വതി.